മോഡിഫിക്കേഷനിൽ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. അനധികൃത രൂപമാറ്റങ്ങൾക്ക് നിയമപരമായ പിഴ ചുമത്താൻ നിർദ്ദേശം. നിയമപരമല്ലാത്ത മോഡിഫിക്കേഷൻ മാറ്റിയ ശേഷം ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കണം. റീലുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള അനധികൃത രൂപമാറ്റങ്ങൾക്കെതിരെയും നടപടി ഉണ്ടാകും. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് നടപടി കടുപ്പിക്കുന്നത്. ചന്തു ചന്ദ്രശേഖർ വിവരങ്ങളുമായി ചേർന്നു. ചന്തു, ഗുഡ് മോർണിംഗ്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്, അതിന് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പ് നടപടികൾ കടുപ്പിക്കുകയാണ്. എങ്ങനെയാണ് നീക്കങ്ങൾ? അങ്ങനെ തന്നെയാണ്. പ്രധാനമായും ഈ വാഹന മോഡിഫിക്കേഷനുകൾ ആകാം എന്ന തരത്തിൽ മുഖ്യമന്ത്രി ആദ്യം വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പ്രതികരണം യുവാക്കൾ വലിയ രീതിയിൽ ഈ മോഡിഫിക്കേഷനുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നിയമപരമായി അത്തരമൊരു മോഡിഫിക്കേഷനിലേക്ക് പോകാൻ കഴിയില്ല എന്നതായിരുന്നു പ്രശ്നം. ഇപ്പോൾ നേരത്തെ സുപ്രീം കോടതിയൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അത്തരം മോഡിഫിക്കേഷൻ ലഭിക്കാൻ കഴിയില്ല എന്ന വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയും ഇത്തരത്തിൽ മോഡിഫിക്കേഷനുകൾ, അതായത് നിയമപരമല്ലാത്ത മോഡിഫിക്കേഷനുകൾക്ക് പിഴ ചുമത്തണം, അത് ഒന്നിന് 5000 രൂപ എന്ന തരത്തിൽ പിഴ ചുമത്തണം എന്ന് നിർദ്ദേശം നൽകിയിരുന്നു. മാത്രമല്ല ഈ എൻഫോഴ്സ്മെന്റ് ശക്തമാക്കണമെന്ന ഒരു നിർദ്ദേശവും ഹൈക്കോടതി നൽകിയിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പരിശോധന ശക്തമാക്കും, നിയമപരമല്ലാത്ത എല്ലാ മോഡിഫിക്കേഷനുകൾക്കും പിഴ ചുമത്തേണ്ടി വരും. മാത്രമല്ല ഈ മോഡിഫിക്കേഷനുകൾ നിയമപരമല്ലാത്ത തരത്തിൽ രൂപമാറ്റം വരുത്തി വച്ചിരിക്കുന്ന മാറ്റിയതിനു ശേഷം ഉദ്യോഗസ്ഥരെ ഹാജരാക്കണമെന്നും ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ റീലുകൾ പ്രത്യേക തരത്തിൽ വെഡിങ് വീഡിയോ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി വാഹനങ്ങളുടെ മോഡിഫിക്കേഷനുകൾ വല്ലാത്ത തരത്തിൽ വരുത്തി റീലിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ആ വാഹനങ്ങൾക്കെതിരെയും ഇത്തരത്തിൽ നടപടി ഉണ്ടാകും. മാത്രമല്ല ഇതിന്റെ ഒരു റിപ്പോർട്ട് 3 മാസത്തെ റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള നിർദ്ദേശവും ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നൽകിയിട്ടുണ്ട്. ഓക്കെ, ശരി ചന്തു, ശരി. അപ്പോ മോട്ടോർ വാഹന വകുപ്പ് അനധികൃത മോഡിഫിക്കേഷൻസിനെതിരെ നടപടികൾ കടുപ്പിക്കുകയാണ്. നമ്മൾ ഈ സർക്കാർ വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇപ്പം വാഹന മോഡിഫിക്കേഷനൊക്കെ ആകാം എന്ന തരത്തിൽ പറഞ്ഞിരുന്നു. അത് വലിയ റീലുകളായിട്ടൊക്കെ പ്രചരിച്ചതുമൊക്കെയാണ്. പക്ഷെ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ ഇതിൽ അനധികൃതമായി നമ്മൾ ഓവറാക്കി ചളമാക്കി കുളമാക്കുമെന്ന് പറയില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ കർശന നടപടികളിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്.